Good morning all of you. Today we are going to discuss first chapter of your 10th standard chemistry. The title of the chapter is Periodic Table and Electronic Configuration. What is electronic configuration? Electronic configuration is the distribution of electron in an atom. ഒരു ആറ്റത്തിൽ എങ്ങനെയാണോ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ 9ാം ക്ലാസ് കെമിസ്ട്രിയിൽ എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. വളരെ വൃത്തിയായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുന്നുണ്ട്. ആ 9ാം ക്ലാസ് കെമിസ്ട്രിയിൽ നിങ്ങൾ മറ്റൊരു സയന്റിസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇത് ബോർ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ആറ്റോമിക് മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് എന്ത് ബോർ ആറ്റോമിക് മോഡൽ. ബോർ ആറ്റോമിക് മോഡൽ പറയുന്നത് ഒരു ആറ്റത്തിന്റെ സെന്ററിൽ എന്തുണ്ട് ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ആര് കറങ്ങുന്നുണ്ട് ഇലക്ട്രോൺ കറങ്ങുന്നുണ്ട്. ഇത് ആദ്യത്തെ ഷെൽ നമ്മൾ എന്താ വിളിക്കുക കേശൽ എന്ന് വിളിച്ചു കേശൽ. അതേപോലെ ഇനി രണ്ടാമത്തെ ഷെല്ല് നമ്മൾ എന്താ വിളിക്കുക എൽ ഷെൽ എന്ന് വിളിക്കുക എൽ ഷെൽ. അതേപോലെ മൂന്നാമത്തെ ഷെല്ലിന് എന്താ വിളിക്കുക എം ഷെൽ എന്ന് വിളിക്കുക. അവസാനത്തെ 4ാമത്തെ ഷെല്ലിന് നമ്മൾ എന്താ വിളിക്കുക നിങ്ങൾക്ക് ഇത്ര ഷെല്ലേ പഠിക്കാനുള്ളൂ കേട്ടോ. ഇനിയും ഷെല്ലുണ്ട്. അവസാന ഷെല്ലിന് നമ്മൾ എന്താ വിളിക്കുക ലാസ്റ്റ് 4th ഷെല്ലിന് നമ്മൾ എന്താ വിളിക്കുക എൻ ഷെൽ എന്ന് വിളിക്കാം. ഈ ഓരോരോ ഷെല്ല് എന്ന് വെച്ചാൽ എന്താ ഇലക്ട്രോൺ കറങ്ങുന്ന ഈ ഓർബിറ്റിനാണ് നമ്മൾ എന്ത് വിളിക്കുക ഷെല്ല് എന്ന് വിളിക്കാം. ഈ ഓരോരോ ഓർബിറ്റിനും എന്തായിരിക്കും ഓരോരോ എനർജി ആയിരിക്കും. അപ്പോ ഈ ഓരോരോ ഓർബിറ്റിനെ നമ്മൾ എന്ത് വിളിക്കാം എനർജി ലെവൽസ് എന്ന് വിളിക്കാം. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 9ാം ക്ലാസ് കെമിസ്ട്രിയിൽ പഠിക്കുന്നത്. അതായത് ഇലക്ട്രോണെ കൂടുതൽ കാണാൻ ചാൻസ് ഉള്ള ഓർബിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഷെൽ എന്നും എനർജി ലെവൽസ് എന്നൊക്കെ വിളിക്കുക കേട്ടോ. അപ്പോ ഇനി നിങ്ങൾക്ക് ഈ 10ാം ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു. ഇനി പഠിക്കുന്നത് എന്താണെന്ന് അറിയോ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്ത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ നമുക്ക് അറിയണം എന്താണ് ഈ സബ്ഷെൽ എന്ന് അല്ലെ. അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് അങ്ങനെ നമുക്ക് പോവാം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. അതായത് നിങ്ങൾ എല്ലാവരും മനസ്സിലാലോചിക്കുക. നിങ്ങൾ ഓരോരുത്തരും എന്താണ് ഓരോരോ ഇലക്ട്രോണുകൾ. നിങ്ങൾ എന്താണ് ഇലക്ട്രോൺ. നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉള്ള സ്ഥലം ഏതാ നിങ്ങളെ വീടല്ലേ. അതായത് ഇത് നിങ്ങൾ കേട്ടോ നിങ്ങൾ കൂടുതൽ കാണാൻ ചാൻസ് ഉള്ള സ്ഥലം ഏതാ നിങ്ങളെ വീട്, അതായത് ഹൗസ്. ഇലക്ട്രോൺ ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉള്ള സ്ഥലം ഏതാ ഷെല്ല്. എന്ത് ഷെല്ല്. ഇപ്പൊ നമ്മൾ ഇത്ര പഠിച്ചിട്ടുള്ളൂ. എന്ത് ഷെല്ലാണ് ഇലക്ട്രോൺ ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉള്ള സ്ഥലം. അതാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. ഇനി വേറെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ പറഞ്ഞു വീട്ടിലാണ് നിങ്ങൾ കൂടുതൽ കാണാൻ ചാൻസ് ഉള്ള സ്ഥലം എന്ന്. വീട്ടിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉള്ള പ്ലേസ് ഏതാ നിങ്ങളെ റൂമിലല്ലേ. വീട്ടിൽ വന്നാൽ പിന്നെ നിങ്ങൾ കാണണമെങ്കിൽ എങ്ങോട്ട് വരണം നിങ്ങളെ റൂമിലോട്ട് വരണം. ഈ റൂമിനെയാണ് എന്ത് വിളിക്കുന്നത് സബ്ഷെൽ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത് സബ്ഷെൽ എന്ന് വിളിക്കുന്നത്. ഡൗട്ട് ഉണ്ടോ ഇല്ല. നോക്കിക്കോ ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉള്ള സ്ഥലം നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു ഷെല്ല് എന്ന് പറഞ്ഞു. ആ ഷെല്ലിൽ എവിടെയാണോ കൂടുതൽ കാണാൻ ചാൻസ് ഉള്ള സ്ഥലം അതാണ് എന്ത് സബ്ഷെൽ. നോക്കിക്കോ നിങ്ങൾ കാണാൻ കൂടുതൽ ചാൻസ് ഉള്ള സ്ഥലമാണ് വീട്. ആ വീട്ടിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉള്ള സ്ഥലം ആരാ റൂം. അപ്പൊ റൂമാണ് എന്ത് സബ്ഷെല്ല്. നിങ്ങളുടെ വീടാണ് എന്ത് ഷെല്ല്. അതാണ് ഷെല്ലും സബ്ഷെല്ലും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ഇതിനെ പഠിച്ചത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പഠിച്ചത് ഓരോരോ ഷെല്ലിലും എങ്ങനെയാണോ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇതിനെ പഠിച്ചത്. ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് ഓരോരോ സബ്ഷെല്ലിലും എങ്ങനെയാണോ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് അതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോ. ഈ എക്സാമ്പിൾ കഴിഞ്ഞിട്ടില്ല, നോക്കിക്കോ ശ്രദ്ധിച്ചോട്ടോ. ഷെല്ല് അതായത് നിങ്ങളുടെ വീട്. ആദ്യത്തെ വീട് കെ, രണ്ടാമത്തെ വീട് എൽ, മൂന്നാമത്തെ വീട് എം, 4ാമത്തെ വീട് എൻ. ഇത് സബ്ഷെല്ല്. എന്ത് സബ്ഷെല്ല്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഷെല്ലിന് അതായത് ന്യൂക്ലിയസിന്റെ എടുത്തുള്ള ഷെല്ലിന് എന്തായിരിക്കും എനർജി വളരെ ചെറുതായിരിക്കും. അപ്പൊ ഇപ്പൊ സബ്ഷെല്ലിനോ നോക്കിക്കോ ആദ്യത്തെ ഷെല്ലായ വീടിന്റെ നോക്കിക്കോ ആദ്യത്തെ ഷെല്ലായ വീടിന്റെ എനർജി എന്താ വളരെ കുറവാ. അതുകൊണ്ട് വീടും എന്തായിരിക്കും വീടും വളരെ ചെറുതായിരിക്കും. ആദ്യത്തെ വീട് വളരെ ചെറുത്. ആ വീട്ടിൽ എന്തേ ഉണ്ടാവുള്ളൂ ഒരു റൂമേ ഉണ്ടാവുള്ളൂ. ആ റൂമിനെ നമ്മൾ എന്ത് വിളിക്കാം
എസ് എന്ന് വിളിക്കാം. പിന്നെ രണ്ടാമത്തെ സെല്ല് എന്താ? ആദ്യത്തെ സെല്ലിനേക്കാളും കുറച്ചും കൂടി വലിയ വീട്. ആ ഒരു വലിയ വീട്ടിൽ ഒരു റൂമാണ് ഉണ്ടാവുക? അല്ല, 2 റൂം ഉണ്ടാവും. ആദ്യത്തെ റൂമിനെ നമ്മൾ എന്ത് വിളിച്ചു? എസ് എന്ന് വിളിച്ചു. രണ്ടാമത്തെ റൂമിനെ എന്ത് വിളിക്കാം? എസ് പി എന്ന് വിളിക്കാം. എന്ത്? പി എന്ന് വിളിക്കാം. ഇനി മൂന്നാമത്തെ വീട് എന്ന് വെച്ചാൽ എന്താ? മൂന്നാമത്തെ ഷെല്ല്. അത് നിങ്ങൾക്ക് വീടാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ മൂന്നാമത്തെ വീട് എം. അതിന് കുറച്ചും കൂടി എനർജി കൂടുതലാണ്. എനർജി കൂടുതലാന്ന് വെച്ചാൽ വലിയ വീട്. വലിയ വീട്ടിൽ 2 റൂം. ഈ 2 റൂമിനേക്കാളും ഒരു റൂമും കൂടി കൂടും. അതായത് 3 റൂം. അപ്പം ആദ്യത്തെ റൂം എസ് ആണെന്ന് പറഞ്ഞു, രണ്ടാമത്തെ റൂം പി ആണെന്ന് പറഞ്ഞു, മൂന്നാമത്തെ റൂം ആരാ? ഡി. എന്ത്? ഡി ട്ടോ. ഇനി അവസാനത്തെ വലിയ റൂം, മൂന്നാമത്തെ വീട്ടിൽ എസ് ബി, എസ് സബ്ഷെല്ല്, പി സബ്ഷെല്ല്, ഡി സബ്ഷെല്ല് ഉണ്ട്. അപ്പൊ അവസാനത്തെ കുറച്ചും കൂടി വലിയ വീട്ടിൽ എത്ര റൂം ഉണ്ടാകും? 4 റൂം. അതായത് എസ് റൂം, പി റൂം, ഡി റൂം, എഫ് റൂം. ഈ ഓരോരോ റൂമിനെയുമാണ് നമ്മൾ എന്ത് വിളിക്കുക? സബ്ഷെൽ. വി ക്യാൻ കോൾ ഈച്ച് ആൻഡ് എവരി റൂം ആസ് സബ്ഷെൽ. മനസ്സിലായില്ലേ? ഓരോരോ കെ ഷെല്ലിൽ ഒരു സബ്ഷെല്ല് ഉണ്ട്. എൽ ഷെല്ലിൽ 2 സബ്ഷെല്ല്, അതായത് ഏതൊക്കെ? എസ് സബ്ഷെല്ലും പി സബ്ഷെല്ലും. എം ഷെല്ലിൽ 3 സബ്ഷെല്ല് ഉണ്ട്. എസ് സബ്ഷെല്ല്, പി സബ്ഷെല്ല്, ഡി സബ്ഷെല്ല്. എന്നിലെ അവസാനത്തെ എൻ ഷെല്ലിൽ 4 സബ്ഷെല്ല് ഉണ്ട്. എസ് സബ്ഷെൽ, പി സബ്ഷെൽ, ഡി സബ്ഷെൽ ആൻഡ് എഫ് സബ്ഷെൽ. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ എം ഷെല്ലിൽ 18 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ എൻ ഷെല്ലിൽ 32 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ ഒക്കെ നമ്മൾ സെമിസ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്? പഠിച്ചിട്ടുണ്ട്. എന്ത്? 2 into n സ്ക്വയർ. ഈ കെ എൽ എം എൻ എന്ന് വെച്ചാൽ എന്താ? ഫോർത്ത് ഷെൽ ആകുമ്പോൾ 2 into എന്നിന് പകരം 4 എന്ന് കൊടുക്കുക. അപ്പൊ 4 സ്ക്വയർ. 2 into 4 സ്ക്വയർ എത്ര? 32. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ 32 നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോരോ സബ്ഷെല്ലിലും എത്ര ഇലക്ട്രോൺ കൊള്ളും എന്ന് പഠിക്കണം. അതായത് നോക്കിക്കോ, അത് പറയുന്നുണ്ട്. എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാം. എന്ത് ചെയ്യാം? 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം. എസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം? ഈ എൽ ഷെല്ലിൽ ടോട്ടൽ 8 ആണുള്ളത്. ആൾറെഡി എൽ ഷെല്ലിലെ എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6. അതായത് പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ പറ്റും. ഇവിടെ പഠിച്ചു എസ് ഷെല്ലിൽ 2, പി ഷെല്ലിൽ എത്ര? 6. 2 6 കൂട്ടി എത്ര? 2 6 8. ടോട്ടൽ എം ഷെല്ലിൽ 18 ഇലക്ട്രോൺ ആണുള്ളത്. ആൾറെഡി 8 ഫില്ല് ചെയ്തു. ഇനി ബാക്കി എത്ര ഉണ്ട്? 18 - 8 എത്ര? 10. അതായത് ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി പഠിച്ചു എസ് ഷെല്ലിൽ എത്രയാണ്? 2, പി ഷെല്ലിൽ എത്രയാണ്? 6, ഡി ഷെല്ലിൽ എത്രയാണ്? 10. ഇനി ബാക്കി എത്ര ഉണ്ട്? ബാക്കി 32. ഇതെല്ലാം കുറച്ചാൽ നമുക്ക് ബാക്കി എത്ര ഇലക്ട്രോൺ കിട്ടുക? 14. അതായത് എഫ് സബ്ഷെല്ലിൽ 14 ഇലക്ട്രോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്യാൻ പറ്റും. നോക്കിക്കോ, എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14 ഇലക്ട്രോൺ. എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ പറ്റും. പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ പറ്റും. ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ പറ്റും. എഫ് സബ്ഷെല്ലിൽ എന്ത് ചെയ്യാൻ പറ്റും? 14 ഇലക്ട്രോണ് ഫില്ല് ചെയ്യാൻ പറ്റും. അതാണ് എന്ത്? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. ഇനിയും അങ്ങ് പറയാനുണ്ട് കേട്ടോ. ഇനി ഓരോരോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തു പോട്ടോ. ശ്രദ്ധിച്ചോ. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഇലക്ട്രോൺ കെ ഷെല്ലിൽ ഫില്ല് ചെയ്യും, പിന്നെ എൽ ഷെല്ലിൽ ഫില്ല് ചെയ്യും, പിന്നെ എം ഷെല്ലിൽ ഫില്ല് ചെയ്യും, പിന്നെ എൻ ഷെല്ലിൽ ഫില്ല് ചെയ്യും. ഇതിങ്ങനെ ഇതിന്റെ ഓരോരോ എനർജി ലെവൽസ് വെച്ചിട്ടല്ലേ? കെ ഷെല്ലിൽ ചെറിയ എനർജി, അതിനേക്കാളും വലുത്, അതിനേക്കാളും വലുത്. ആർക്കാണോ ചെറിയ എനർജി അതിനെന്ത് ചെയ്യും? ആദ്യം ഫില്ല് ചെയ്യും. അപ്പൊ അതേപോലെ തന്നെ സബ്ഷെല്ലിൽ ഏറ്റവും മിനിമം എനർജി ആർക്കാണോ അവരെ ആയിരിക്കും എന്ത് ചെയ്യുക? ആദ്യം ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യുക. പിന്നെ ഇലക്ട്രോൺ എനർജി കൂടുന്നതനുസരിച്ച് ഇലക്ട്രോൺ അങ്ങനെ ഫില്ല് ചെയ്യാൻ അങ്ങനെ തുടങ്ങും കേട്ടോ. ഇനി എങ്ങനെ ഈ സബ്ഷെല്ലിന്റെ എനർജി ലെവൽസ് ആണ് നമ്മൾ പഠിക്കുന്നത്. എങ്ങനെയാണോ ഈ സബ്ഷെല്ല് എനർജി വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? അറേഞ്ച് ചെയ്യുന്നത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോ. ഈ കെ ഷെല്ല് എന്ന് വെച്ചാൽ എന്താ? ആദ്യത്തെ ഷെല്ലിനെ സബ്ഷെല്ല് നമ്മൾ എന്ത് വിളിക്കും? 1s എന്ന് വിളിക്കും.
ഇതിലുള്ള സബ്ഷെൽ എന്താ? എസ് ആണ്. കെ ഷെൽ എന്ന് വെച്ചാൽ ആദ്യത്തേതാണ്. അപ്പം ആദ്യത്തെ എസ്, അതായത് 1s എന്ന് വിളിക്കുക. അതേപോലെ എല്ലിൽ എന്ത് വിളിക്കും? എല്ലിൽ എന്തുണ്ട്? എസ് ഉണ്ട്, പി ഉണ്ട് എന്ന് പഠിച്ചു. എസിന് എന്താ കൊടുക്കുക? ഇത് രണ്ടാമത്തെ ഷെല്ലാണ് എല്ല്, അതുകൊണ്ട് 2s എന്ന് കൊടുക്കുക. അതേപോലെ 2p എന്ന് കൊടുക്കുക. അതേപോലെ എം എന്ന് വെച്ചാൽ തേർഡ് ഷെല്ലാണ്, അതുകൊണ്ട് എസ് പി ഡി. എസിന് എന്ത് കൊടുക്കുക? 3 എന്ന് കൊടുക്കുക. പിക്ക് 3p എന്ന് കൊടുക്കുക. 3d എന്ന് കൊടുക്കുക. അതേപോലെ എല്ലിന് എന്ത് ചെയ്യുക? എസ് പി ഡി എഫ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് നാലാമത്തെ ഷെല്ലായത് കൊണ്ട് എസ് നമുക്ക് എന്ത് വിളിക്കാം? 4s എന്ന് വിളിക്കാം. പി എന്ന് വിളിക്കാം 4p എന്ന് വിളിക്കാം. ഡി എന്ന് വിളിക്കാം 4d എന്ന് വിളിക്കാം. എഫ് എന്ന് വിളിക്കാം 4f എന്ന് വിളിക്കാം. ഇങ്ങനെയാണ് എന്ത് ഓരോ സബ്ഷെല്ലിനെ നമ്മൾ നെയിം ചെയ്യുന്നത് കേട്ടോ. ഇനി എന്താ ചെയ്യണ്ടേ നോക്കിക്കോ. ഇനി എങ്ങനെയാണ്, ആർക്കാണോ ഏറ്റവും ചെറിയ എനർജി, ആർക്കാണോ ഏറ്റവും കൂടുതൽ എനർജി എന്നൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അതിനൊരു ഡയഗ്രാം വെച്ചിട്ട് പഠിച്ചാൽ മതി. നോക്കിക്കോ. 1s നിൽക്കുക ആദ്യത്തത്, പിന്നെന്താ 2s 2p, പിന്നെന്താ 3s 3p 3d, പിന്നെന്താ 4s 4p 4d 4f, പിന്നെന്താ വേണമെങ്കിൽ നമുക്ക് എത്ര എഴുതാം? 5s 5p 5d, അങ്ങനെ എഴുതി 5f അങ്ങനെ എഴുതി പോകട്ടോ. അപ്പൊ ആദ്യം ഏറ്റവും ചെറിയ എനർജി ആർക്കാണ് നോക്കിക്കോ. നമ്മൾ ആദ്യം ഒരു ആരോ വരയ്ക്കാം. ഒരു ആരോ വരയ്ക്കാം. ഇനി എന്ത് ചെയ്യാം? ഇനി ഇതിലൂടെ ഒരു ആരോ വരയ്ക്കാം. 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 ഇനി എന്ത് ചെയ്യാം? ഇനി ഇതിലൂടെ ഒരു ആരോ വരയ്ക്കാം. അപ്പൊ നോക്കിക്കോ, ഈ ആരോ ഫസ്റ്റ് ടച്ച് ചെയ്ത സബ്ഷെൽ ഏതാ? 1s. അതിനായിരിക്കും എന്ത് ഏറ്റവും ചെറിയ എനർജി. പിന്നെ ഈ ആരോ എങ്ങോട്ടാ വരുന്നത്? ഇത് കഴിഞ്ഞു. അടുത്ത ആരോ എങ്ങോട്ടാ വന്നത്? 2s. പിന്നെ എങ്ങോട്ടാ വന്നത്? 2s കഴിഞ്ഞു. പിന്നെ അടുത്ത ആരോ, പിന്നെ ആദ്യം ഇവിടെ ടച്ച് ചെയ്തത് 2p. പിന്നെ ആരോ ടച്ച് ചെയ്തത് 3s. പിന്നെ എങ്ങോട്ടാ പോയത്? 3p. പിന്നെ ഇവിടെ 3p. ഈ 3p കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടാ? നമ്മൾ വിചാരിക്കും 3d ആണ് എന്നല്ല. 3d അല്ല. 3p കഴിഞ്ഞിട്ട് പിന്നെ എവിടെ ടച്ച് ചെയ്തത്? 4s ടച്ച് ചെയ്തത്, അതായത് 4s. ഈ 4s കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് ആര് വരുന്നത്? 3d എന്ത് ചെയ്യുന്നത്? വരുന്നത്. 3d കഴിഞ്ഞിട്ട് എന്താ? 4p കഴിഞ്ഞിട്ട് എന്താ? 5s, പിന്നെന്താ 4d, പിന്നെന്താ 5p, അങ്ങനെ വരും കേട്ടോ. അതാണ് എന്ത് ഓരോരോ സബ്ഷെല്ലിന്റെയും എനർജി ലെവൽസ്. നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഇനി പഠിക്കാൻ പോകുന്നത് ഓരോരോ ആറ്റംസും ഓരോരോ എലിമെന്റ്സും എടുക്കുക, എന്നിട്ട് അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ശ്രമിക്കുക. അതോടെ എന്ത് ചെയ്യും? ഈ ഒരു പാർട്ട് തീരും. വളരെ എളുപ്പമുള്ള ഒരു പാർട്ടാണ്. വളരെ എളുപ്പം മീൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ എനർജി ലെവൽസ് പറഞ്ഞു. ഈ ഒരു എനർജി ആദ്യത്തെ ഇലക്ട്രോൺ എവിടെ വരിക? 1s. പിന്നെ ഓരോരോ ഇലക്ട്രോൺ അങ്ങ് വരുമ്പോ അതിന്റെ എനർജി ഓർഡർ വെച്ചിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോൺ അങ്ങനെ ഫില്ല് ചെയ്യും. അപ്പൊ ഇനി ഓരോരോ എക്സാമ്പിൾ ആയിട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അടുത്ത ടോപ്പിക്ക്. ഓക്കെ, അപ്പോ ഇതാണ് എന്ത് ഓരോരോ സബ്ഷെല്ലിന്റെയും എനർജി ലെവൽസ്. ചെറിയ എനർജി 1s, പിന്നെ 2s 2p 3s 3p 4s 3d. അപ്പൊ എക്സാമ്പിൾ ചെയ്യാൻ പോവാണേ. ഹൈഡ്രജൻ ആറ്റം എടുക്കുക. ഹൈഡ്രജൻ ആറ്റത്തിൽ എത്ര ആറ്റോമിക് നമ്പർ ഉണ്ട്? ആറ്റോമിക് നമ്പർ 1 ആണ്. ആറ്റോമിക് നമ്പർ ഈക്വൽ ടു പ്രോട്ടോൺ നമ്പർ ഈക്വൽ ടു ഇലക്ട്രോൺ നമ്പർ. അപ്പോ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ എങ്ങനെ ഫില്ല് ചെയ്യാം? ഒരു ഇലക്ട്രോൺ ആകെപ്പാടെ ഉള്ളൂ. ഈ എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളാം? 2 ഇലക്ട്രോൺ കൊള്ളാം. അപ്പൊ ആദ്യത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രോൺ എവിടെ നിന്ന്? 1s1. ഇതാണ് എന്ത് ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അടുത്തതാണ് എന്ത്? ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2, അതുകൊണ്ട് ഇലക്ട്രോൺ നമ്പർ എന്തായിരിക്കും? 2. ആദ്യത്തെ സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണെ കൊള്ളാം? 2 ഇലക്ട്രോണെ കൊള്ളാം. അപ്പൊ എന്താണ്? ഇതാണ് ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2. അടുത്തത് എന്താ? ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ 3, അതുകൊണ്ട് ഇലക്ട്രോൺ നമ്പർ ആൾസോ വിൽ ബി 3. So how we can fill electron in each subshell? ആദ്യത്തെ സബ്ഷെല്ലിൽ 2 കൊള്ളുള്ളൂ, 1s2.
ഇനി എന്തുണ്ട്? ഇനി ഒരു ഇലക്ട്രോണും കൂടി എന്തുണ്ട്? ബാക്കിയുണ്ട്. ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? രണ്ടാമത്തെ സബ്ഷെല്ലിലോട്ട് പോകും. രണ്ടാമത്തെ സബ്ഷെല്ലിൽ നമ്മൾ എന്താ വിളിക്കുക? 2s എന്ന്. അപ്പൊ 2s ൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഒരു ഇലക്ട്രോൺ ആണ് ബാക്കിയുള്ളത്. ആ ഇലക്ട്രോൺ 2s ലോട്ട് പോയി. പ്രീതിയം കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ? ബെറിലിയം. ബെറിലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 4. അതുകൊണ്ട് ഇലക്ട്രോൺ നമ്പർ ആൾസോ വിൽ ബി 4. അപ്പൊ എങ്ങനെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം? ആദ്യത്തെ സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഒക്കെ ഉള്ളൂ. രണ്ടാമത്തെ സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഒക്കെ ഉള്ളൂ. 1s2 2s2. അത് കഴിഞ്ഞു. അടുത്തതാണ് എന്ത്? ബോറോൺ. ബോറോന്റെ ആറ്റോമിക് നമ്പർ എന്താ? 5 ആണ്. ഇലക്ട്രോൺ നമ്പർ എന്തായിരിക്കും? 5 ആണ്. ആദ്യത്തതിൽ 1s2 2s2. ഇനി 2s ൽ ഫില്ല് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ആൾറെഡി 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു. ഇനി ഒരു ഇലക്ട്രോൺ കൂടി ബാക്കിയുണ്ട്. അത് എങ്ങോട്ട് പോകും? 2s കഴിഞ്ഞിട്ട് പിന്നാലുള്ളത് 2p ലോട്ട് പോകും. 2p എത്ര ഇലക്ട്രോൺ? 1 ഇലക്ട്രോൺ. ഇനി അടുത്തത് എന്താ? കാർബൺ. 6 ആറ്റോമിക് നമ്പർ എന്താ? 6. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ നമ്പർ ആൾസോ വിൽ ബി 6. അപ്പം 1s2 2s2 2p. 2p എത്ര ഇലക്ട്രോൺ കൊള്ളും? ഇവിടെ 6 ഇലക്ട്രോൺ കൊള്ളും. പക്ഷെ ഇനി എത്ര ഇലക്ട്രോൺ കൊള്ളിക്കണം? 2 ഇലക്ട്രോണും കൂടി കൊള്ളിച്ചാൽ മതി കേട്ടോ. 1s2 2s2 2p2. അടുത്തത് എന്താണ്? നൈട്രജൻ. നൈട്രജന്റെ ആറ്റോമിക് നമ്പർ 7. അങ്ങനെയാണെങ്കിൽ 1s2 2s2 2p3. ടോട്ടൽ എത്രയായി? 2 + 2 + 3 എത്ര? 7 ആയി. അതാണ് എന്താ പറയുക എക്സാമ്പിൾ കേട്ടോ. ഇനി അടുത്ത എക്സാമ്പിളിലോട്ട് പോവാണേ. നോക്കിക്കോ. എക്സാമ്പിൾ പറയുന്നുണ്ട്. അതിലെ എല്ലാ എക്സാമ്പിളും ചെയ്യുന്നില്ല. ഒരു എന്താ പറയാ, ഒരു വലിയൊരു ആറ്റത്തിന്റെ എന്ത് ചെയ്യാം? എക്സാമ്പിൾ ചെയ്ത് നോക്കാം കേട്ടോ. ക്ലോറിൻ. ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ 17 ആണ്. ആറ്റോമിക് നമ്പർ ഈക്വൽ ടു പ്രോട്ടോൺ നമ്പർ. പ്രോട്ടോൺ നമ്പർ ഈക്വൽ ടു ഇലക്ട്രോൺ നമ്പർ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ആദ്യത്തിൽ 1s2 പിന്നെ 2s2 എത്ര? 4 2p6 3s2 എത്ര? 2 + 2 + 2 4 4 + 6 10 10 + 2 12. ഇനി എത്ര ഇലക്ട്രോൺ ബാക്കിയുണ്ട്? 17 - 12 എത്ര? 5. അതായത് 3s കഴിഞ്ഞ് പിന്നെ എങ്ങോട്ടാ പോവാ? 3p ലോട്ട്. അതായത് 3p5. ഇത് കഴിഞ്ഞിട്ടുള്ള ആറ്റാണ് എന്ത്? ആർഗൺ. എന്ത്? ആർഗൺ 18. നോക്കിക്കോ. ആറ്റോമിക് നമ്പർ എത്ര? 18. ഇലക്ട്രോൺ നമ്പർ എത്ര? 18. അപ്പൊ ഇതേപോലെ തന്നെ 1s2 2s2 2p6 3s2 3p. ഇവിടെ എന്താ? 17 ആയപ്പോ 3p5 ആയിരുന്നു. അപ്പൊ 18 ആകുമ്പോ എത്ര വരിക? 3p6. ഇതാണ് എന്ത്? ആർഗണ്ടത്. ഇനി അടുത്ത ഓരോരോ എലമെന്റ്സ് ഉണ്ട്. ഇതിനേക്കാളും വലിയ എലമെന്റ്സ് ഉണ്ട്. അതായത് സ്കാൻഡിയം. നോക്ക്. സ്കാൻഡിയത്തിന്റെ എന്താ? സ്കാൻഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 21 ആണ്. അപ്പൊ എങ്ങനെ എന്ത് ചെയ്ത? 1s2 2s2 2p6 3s2 3p6 കഴിഞ്ഞു. ഇനി എത്ര ഇലക്ട്രോൺ ബാക്കിയുണ്ട്? ഇനി 3 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. 3p6 കഴിഞ്ഞു. പിന്നെ എങ്ങോട്ടാ പോവുക? 4sലോട്ട് പോകും. 3 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. 4sലോട്ട് ഈ 3 ഇലക്ട്രോൺ പോവോ? 4sലോട്ട് 3 ഇലക്ട്രോൺ പോകൂല. എസിൽ എത്ര ഇലക്ട്രോണേ കൊള്ളുള്ളൂ? 2 ഇലക്ട്രോൺ. ഇപ്പൊ 2 ഇലക്ട്രോൺ പോയി. ഇനി എത്ര ഇലക്ട്രോൺ ബാക്കിയുണ്ട്? ഇനി 1 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. ആ ഒരു ഇലക്ട്രോൺ എങ്ങോട്ടാ പോവുക? അടുത്തതിലോട്ട് പോകും. അതായത് 3d ലോട്ട്. 3d1. അപ്പൊ ഇതെന്താ? വളരെ എന്താ പറയാ, ഈ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഭയങ്കര വലുപ്പല്ലേ? നല്ല വലുപ്പല്ലേ? അപ്പൊ നിങ്ങൾക്ക് എഴുതാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. ഈ 1s2 2s2 2p6 3s2 3p6 എന്നുണ്ടല്ലോ. ഇതെന്താ? ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാ. ഈ ആർഗന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ? ഈ 3p6 വരെ ഈ ആർഗന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? സെയിം അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആർഗന്റെ എങ്ങനെ എഴുതാൻ പറ്റും? ഇതിൽ പറയുന്നുണ്ട് ആർഗൺ എഴുതാം. ആർഗൺ എഴുതിയാൽ തന്നെ ഇതുവരെ ആയി. ഈ 3p6 വരെ ആയി. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ എഴുതി കൊടുക്കുക. അതായത് 4s2 3d1. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഈ വലിയ ഓരോരോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക? ചെറുതാക്കുന്നത്. അതിന്റെ തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് എടുക്കുക. അതായത് ആർഗൺ ഒക്കെ എന്താ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സെനോൺ, റെഡോൺ ഒക്കെ എന്താ? നോബിൾ ഗ്യാസാ. അപ്പൊ വലിയ ആറ്റോമിക് നമ്പർ ഉള്ള എലമെന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? അതിന് തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് എടുത്തിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക കേട്ടോ. ടെക്സ്റ്റിൽ വേറെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഇനി എന്താ പഠിക്കാൻ പോകുന്നത് വെച്ചാല്, നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ച് 2 എലമെന്റ്സിന്റെ ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് എഴുതാൻ പറ്റില്ല. അതായത് ക്രോമിയത്തിന്റെ ആറ്റോമിക് നമ്പർ 24, പിന്നെ കോപ്പറിന്റെ ആറ്റോമിക് നമ്പർ 29. ഈ ക്രോമിയത്തിന്റെയും
കോപ്പറിന്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതേ ഒരു ഐഡിയ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. അപ്പൊ ഇനി അതാണ് ആ ഒരു രണ്ട് എക്സെപ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും. എന്തായാലും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അതുകൊണ്ട് ഇനി അതാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ, ശ്രദ്ധിക്കുക. ക്രോമിയത്തിന്റെ എഴുതി നോക്കാം. ക്രോമിയത്തിന് നമ്മൾ പഠിച്ച് വെച്ച സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഐഡിയ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ക്രോമിയത്തിന്റെ എഴുതാൻ പോവാണ് കേട്ടോ. ക്രോമിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്ര, 24. അങ്ങനെയാണെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും, 1s2 2s2 2p6. ഇപ്പൊ എത്രയായി, 2 + 2 + 6 എത്ര, 10. ഇനി എത്ര ബാക്കിയുണ്ട്, ഇനി 14 ഇലക്ട്രോൺസ് ബാക്കിയുണ്ട് കേട്ടോ. 2p6 3s2 3p6. ഇപ്പൊ എത്രയായി, ടോട്ടൽ 18 ഇലക്ട്രോൺ ആയി. ഇനി എത്ര ബാക്കിയുണ്ട്, ഇനി 6 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. ഇനി എന്താ 3p ആയിട്ട് നിങ്ങളോട്ടാ പോവാ, ഫോറസ്റ്റിലോട്ട്. ഫോറസ്റ്റിൽ എത്ര ഇലക്ട്രോൺ കൊള്ളൂ, 2 ഇലക്ട്രോൺ. 4s2. ഇനി കൊള്ളൂല. ഇനി എങ്ങോട്ടാ, ഇനി 3d പോകണം. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്, 4 ഇലക്ട്രോൺ. അപ്പൊ 3d എത്ര ഇലക്ട്രോൺ കൊള്ളും, 3d 4 ഇലക്ട്രോൺ. ഇതാണ് നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചത്. പക്ഷെ ഇതെന്താ, ഈ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ, തെറ്റാണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ഈ ഡി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളുന്ന പറഞ്ഞത്, എസ് സബ്ഷെൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14 ഇലക്ട്രോണെ കൊള്ളൂ. ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോണിനെ കൊള്ളൂ. ഒരു സബ്ഷെല്ലിൽ ഏറ്റവും മാക്സിമം ഫില്ല് ചെയ്യുന്നത് എന്തായിരിക്കും, കൂടുതൽ സ്റ്റെബിലിറ്റി ആയിരിക്കും. മാക്സിമമോ, അതായത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫുള്ളിന്റെ ഹാഫായിട്ട് ഫില്ല് ചെയ്യുന്നതോ എന്തായിരിക്കും, ആ ആറ്റം കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും. അതായത് ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺ ഉണ്ടായാൽ എന്ത് കിട്ടും, കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും. 10 അല്ലെങ്കിൽ എന്ത് ചെയ്യണം, 5 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ നോക്കുക. 10 ഇലക്ട്രോണോ അല്ലെങ്കിൽ 10ന്റെ ഹാഫായ 5 ഇലക്ട്രോണോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡി ഉണ്ടെങ്കിൽ എന്താവും, ആ ആറ്റം കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. കൂടുതൽ എന്ത് ചെയ്യായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. അപ്പോ ഇപ്പൊ എങ്ങനെയുണ്ട്, D4 അല്ലത്. D4 ആയപ്പോൾ സ്റ്റേബിൾ ആയിരിക്കോ, ഇല്ല. എന്തായിരിക്കണം, D5 D10 ആയിരിക്കണം. ഈ D4 എന്ന് വെച്ചാൽ D5ന്റെ തൊട്ടടുത്തല്ലേ, ഒരു ഇലക്ട്രോണും കൂടി കിട്ടിയാൽ. ഇവിടെ D3 ആണെങ്കിൽ എന്ത് ചെയ്യും, ഇത് ശരിയായിരിക്കും. കാരണം D3 D5 ആവാൻ എന്ത് ചെയ്യണം, 2 ഇലക്ട്രോൺ മാറണം. 2 ഇലക്ട്രോൺ ഒന്നും മാറൂല. ഒരു ഇലക്ട്രോൺ തമ്മിലൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ ഈ D4 എന്താവും അറിയോ, D5 ആവും. എന്ത് ചെയ്യും, D4 എന്താവും, D4 D5 ആവും. D4 D5 ആവും. ഇപ്പൊ D5 ഇവിടെ D5 ആയത് D4 ഈ S2ൽ നിന്ന് ഒരു ഇലക്ട്രോൺ എടുക്കും. അതായത് S2 ഇപ്പൊ എന്തായി, S2 S1 ആയി. S2ൽ നിന്ന് ഒരു ഇലക്ട്രോൺ എടുത്തിട്ട് D4 എന്താവും, D5 ആവും. ഇപ്പൊ D3 ഉള്ളത് D5 ആവോ, ഇല്ല. 2 ഇലക്ട്രോൺ ഒന്നും എടുക്കൂല. ഒരു ഇലക്ട്രോൺ തമ്മിലൊക്കെ മാറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യും, D4 ഉള്ളത് എന്ത് ചെയ്യും, D5 ആകും. എങ്ങനെ, S2ൽ നിന്ന് ഒരു ഇലക്ട്രോൺ എടുക്കും. അപ്പൊ S2 എന്തായിരിക്കും, S1 ആവും. അതായത് 4s1 3d5. അപ്പൊ ഇതെന്തായി, ഇത് ശരിയായി. അടുത്ത എക്സാമ്പിൾ ആണ് എന്ത്, കോപ്പർ. എന്ത്, കോപ്പറിന്റെ ആറ്റോമിക് നമ്പർ 29. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ നമ്പർ 29. അങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കി. 1s2 2s2 2p6 3s2 3p6. എത്രയായി, 2 + 2 എത്രയാടാ, 2 + 2 4 4 + 6 10 10 + 2 12 12 + 6 18 ആയി. എത്ര ബാക്കിയുണ്ട്, ഇനി 11 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യും, 4s2 S2 2 ഇലക്ട്രോൺ കൊള്ളിച്ചു. ഇനി എത്ര എണ്ണം ഉണ്ട്, ഇനി 9 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. അതെന്ത് ചെയ്യും, 3d9 പോകും. അതാണ് നമ്മൾ ആദ്യം പഠിച്ചു വെച്ചൊരു ഐഡിയ. പക്ഷെ ഇത് ശരിയാണോ, നോക്ക്, ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല, ഞാൻ പറഞ്ഞു, ഈ ഡി സബ്ഷെല്ലിൽ ടോട്ടൽ 10 ഇലക്ട്രോൺ കൊള്ളും. 10 ഇലക്ട്രോണോ അല്ലെങ്കിൽ 5 ഇലക്ട്രോണോ കൊള്ളിച്ചാൽ, ഫില്ല് ചെയ്താൽ അതെന്ത് ചെയ്യും, ആ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും, കൂടും. ഈ 10ൽ നിന്ന് 9 എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോൺ മാറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും, ഈ D9 എന്ത് ചെയ്യും, D10 ആകും. ഈ D9 D10 എങ്ങനെ ആയത്, ഈ 4s2ലെ 2 ഇലക്ട്രോണിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ആര് സ്വീകരിക്കും, ഡി സബ്ഷെൽ സ്വീകരിക്കും. എന്നിട്ട് 4s2 എന്തായി മാറും, 4s1 ആവും. അപ്പൊ ഇതാണ് 4s2 3d9 പകരം 4s1 3d10 ആവും. അപ്പൊ എന്ത് ചെയ്ത്, ഇത് ശരിയായി. ഇതേപോലെ തന്നെ ഇവിടെ 4s2 3d4 പകരം 4s1 3d5 ആകും. അത്രയേ ഉള്ളൂ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതേപോലെ തന്നെ പഠിച്ചു വെക്കുക.
അപ്പൊ ഇത് ഈ എന്ത് ചെയ്തു, ഈ ഒരു പാർട്ട് ഇവിടെ തീർന്നു. ഇനി എന്താ പഠിക്കാൻ പോകുന്നത്, ഇനി പീരിയോഡിക് ടേബിളിന്റെ ഓരോരോ ബ്ലോക്ക്, എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്, പിന്നെ അതിന്റെ ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ഈ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നാൽ അതിൽ നിന്ന് ആ ഒരു ആറ്റം, ആ ഒരു എലമെന്റ് പീരിയോഡിക് ടേബിളിൽ എവിടെയാണോ കാണുന്നത് എന്നൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അത് എന്ത് ചെയ്യും, അടുത്തൊരു പാർട്ടിൽ പറയും. അപ്പൊ ഈ ഒരു ക്ലാസ് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. കാരണം എന്താ, അടുത്ത നോട്ടിഫിക്കേഷൻ ഒക്കെ അടുത്തൊരു ക്ലാസ് എടുക്കുമ്പോൾ ഇതിൽ ഇനി ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ വരും. അപ്പോൾ അടുത്ത ഒരു ക്ലാസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.